തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എം.എസ്. അതിലാകെയുള്ള ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നത് വിശ്വാസികളെ ബോധവൽക്കരിക്കും എന്നുള്ള പ്രയോഗമാണ്. ബോധവും വിശ്വാസവും രണ്ട് ആണ് എന്നുള്ളത് കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വിശ്വാസവുമായി ചേർന്ന മറ്റു കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നമ്മൾക്ക് പോകാം എന്ന് പറഞ്ഞ് വിശ്വാസികളെ വിശ്വാസവൽക്കരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നതാവുമല്ലേ ഉചിതമെന്ന് ചോദിക്കാൻ തോന്നുകയാണ് റിയാസ് KM-നോട്. അതായത് ഇന്ന് ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, ഈ സാധാരണ ആന എന്നുള്ളത് വേണമെന്നില്ല, ദേവന്റെ വാഹനം, അത് തേരാവാം രഥമാകാം, ദേവന് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നു. അതാണ് തന്ത്രി അതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഈ ഇത്തവണത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ ഒരു കമ്മിറ്റി യോഗം ചേർന്ന സമയത്ത് ആന വേണ്ട എന്നൊരു അഭിപ്രായം ഒരാൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഭൂരിപക്ഷത്തിനും ആന വേണം എന്നുള്ളത് തന്നെയായിരുന്നു അഭിപ്രായം. നേരത്തെ ഒരുപാട് ആനകളെ വെച്ച് ഉത്സവം നടത്തിയിരുന്ന ക്ഷേത്രമാണ്, അതുകൊണ്ട് ആനയെ വേണം. അങ്ങനെ 4 ആനകളെ വരെ ഈ ഉത്സവത്തിന് ഇറക്കാൻ നാട്ടാന പരിപാലന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതുമാണ്. എന്നാൽ 2 ആനകളെ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ ദാരുണമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായിപ്പോയി. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ ഒരു അപകടമുണ്ടായി, 3 ജീവനുകൾ പൊലിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതലെങ്കിലും ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് നിർത്തലാക്കുക എന്ന ഒരു രീതിയിലേക്ക് പോവുക, അതിനു മുന്നോടിയായി വിശ്വാസികളുമായി ചർച്ച ചെയ്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അത് രഥമോ തേരോ ആക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അത് ADM-ന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു അത് ഇന്നലെ തന്നെ റദ്ദാക്കിയത്. അത് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയതാണ്. ഇനി അതിന്റെ തുടർച്ച എന്തായിരിക്കുമെന്നുള്ളത് അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എം.എസ്. റിയാസ് KM-ആണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന വിരണ്ട് 3 പേർ മരിക്കാനിടയായ സംഭവത്തിന്റെ തുടർ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി വ്യക്തമാക്കിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിലേക്ക് നമ്മൾ ഈ സമയത്ത് പോവുകയാണ്.